മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു മഹാന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മഹാനുഭാവൻ, ബഹുമാനപ്പെട്ടവര് കൊണ്ടോട്ടിയിൽ മഴയില്ലാത്ത സമയത്ത് ദുആ ചെയ്യുമെന്നറിഞ്ഞാൽ കൊണ്ടോട്ടിയിലെ സ്ത്രീകളൊക്കെ നേരത്തെ തന്നെ അലക്കിയ വസ്ത്രം എടുത്തു വെക്കാറുണ്ട്. കൊണ്ടോട്ടി മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ ഈ സദസ്സിലുണ്ട്. ഉസ്താദ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നറിയുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് പൊതുവെ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനൊരുങ്ങുക. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ദുആ ചെയ്യുമെന്നറിഞ്ഞാൽ കൊണ്ടോട്ടിയിലെ സ്ത്രീകൾ നേരത്തെ തന്നെ അലക്കിയതൊക്കെ എടുത്തു വെക്കും. കാരണം അവർക്കുറപ്പാണ് ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അവിടെ ഉത്തരം വരുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോട്ടിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് അവരുടെ അനുഭവമാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ മകന്, ബഹുമാനപ്പെട്ടവരുടെ മകൻ സ്വാദിഖ് എന്ന് പറയുന്ന മകന് വേണ്ടി കിണർ കൊഴിച്ചപ്പോൾ കിണറിങ്ങനെ കൊയ്ക്കുന്നതോറും കരിമ്പാറ മാത്രം വരുന്നൊരു സാഹചര്യം വന്നു. സ്വാഭാവികമായി പൊതുവായി എല്ലാവർക്കും അറിയാം, കരിമ്പാറയാണെങ്കിൽ പിന്നെ വെള്ളം രൂപപ്പെടാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവൂല. മക്കളല്ലേ വാപ്പാന്റെ അടുക്കൽ ഒന്ന് പരാതി പറഞ്ഞു മഹാനായ ചെറുശ്ശേരി ഉസ്താദിനോട്. ഉസ്താദ്, ഞാൻ ഈ കരിമ്പാറല്ലേ ഇനി അടുത്ത കിണർ കുഴിച്ചോ എന്നല്ല പറഞ്ഞത്, നമുക്കൊന്ന് കുഴൽ കിണർ പരിശോധിച്ചു നോക്കാം എന്ന് പറഞ്ഞില്ല. പകരം മഹാനുഭാവൻ ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ചിട്ട് ആ കരിമ്പാറയിലേക്ക് ഒഴിച്ചു. ഇന്നും കൊണ്ടോട്ടിയിൽ വെള്ളത്തിന് ക്ഷാമമില്ലാത്തൊരു കിണറായി ആ കിണർ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് കൊഴിക്കാൻ പറഞ്ഞു, ഒന്ന് വെള്ളം മന്ത്രിച്ചിട്ടൊന്ന് കൊഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു പ്രയാസം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്നും വളരെ മനോഹരമായി വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു കിണറായി അത് മാറി. അവർ അല്ലാഹുവിനോട് അവർക്കുണ്ടായിരുന്ന ബന്ധമാണിത്. ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഖിയാറുക്കും ഇദാ റഊ ദിക്റല്ലാഹ്, ചിലരെ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുമല്ലോ, അവരാണ് നിങ്ങളിൽ ഏറ്റവും സമുന്നതരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? സ്വഹാബത്ത് ഒരിക്കൽ ചോദിച്ചല്ലോ, അയ്യു ജുലസായിന ഖൈറു യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദക്കറകും ബില്ലാഹി റؤയതുഹു വസാദ ഫീ ഇൽമികും മൻതിഖുഹു വദക്കറകും ബിൽ ആഖിറതി അമലുഹു. ഈ ഹദീസിൽ പറഞ്ഞ 3 ഗുണങ്ങളും സമസ്തയുടെ ഏത് ആലിമിലേക്ക് നോക്കിയാലും കാണാമല്ലോ. മൻ ദക്കറകും ബില്ലാഹി റؤയതുഹു, അവരെ കാണുമ്പോൾ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരുന്ന ആളുകൾ. വസാദ ഫീ ഇൽമികും മൻതിഖുഹു, അവരോട് അല്പനേരം സംസാരിച്ചിരുന്നാൽ വിജ്ഞാനവർദ്ധവിന് സാഹചര്യം ഒരുങ്ങുന്ന ആളുകൾ. വദക്കറകും ബിൽ ആഖിറതി അമലു, അവരെ ജീവിതത്തിലെ കർമ്മങ്ങളെ കാണുമ്പോൾ നമുക്ക് ആഖിറം ഓർമ്മ വരുമെങ്കിൽ അത്തരക്കാരോട് സഹവസിക്കാമെന്ന് സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഇൽമിന്റെയും വലിയ തഖ്വയുടെയും വലിയ വറഇന്റെയും ലോകത്തെ മുഅ്മിനീങ്ങൾക്കിടയിലെല്ലാം അംഗീകാരവുമുള്ള സ്വാലിഹീങ്ങളോട് ഖൽബിനെ ചേർത്തി വെക്കാൻ നമുക്ക് കഴിയണം.